ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നമ്മുടെ വീഡിയോയിലും കാണുന്നുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും നമ്മൾ യൂട്യൂബ് ചാനൽ കാണണം, വീഡിയോസ് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഡോറേനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനത്തിലാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം ഡോറേനെ റൂണീനെ ടെറസിൻ്റെ മുകളിൽ കുറച്ച് ദിവസം കളിക്കാൻ വേണ്ടി ആക്കിയിട്ടുണ്ടായിരുന്നല്ലോ. നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നോ? അതിൻ്റെ അകത്ത് കളിക്കുന്ന സമയത്ത് മുകളിൽ ടെറസിന് മുകളിൽ കുറച്ച് വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ടായിനെ. അതിൻ്റെ അകത്തൊക്കെ ഓടിച്ചാടി കളിച്ചിട്ടാവണം കേട്ടോ. ഡോറേൻ്റെ മേത്തൊക്കെ കുറേ അഴുക്കുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കളയാൻ വേണ്ടിയിട്ടാണ് വൈകു പറഞ്ഞു നമുക്കൊന്ന് ഡോറേനെ കുളിപ്പിക്കാമെന്ന് പറഞ്ഞു. അവൾക്ക് ഡോറേനെ കുളിപ്പിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യമൊക്കെ ഞാൻ തന്നെയാണ് കുളിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വൈകൊക്കെ ഒരു മൂഡ് വന്നാൽ പിന്നെ അവൾ തന്നെ ഡോറേൻ്റെ കാര്യം എല്ലാം നോക്കിക്കോളും. മടി പിടിച്ചാൽ പിന്നെ ഒന്നും നോക്കൂലേ. പക്ഷേ ഡോറേൻ്റെ കാര്യത്തിലൊക്കെ ഒരു പ്രത്യേക ഇൻട്രസ്റ്റാണ്. റൂണീൻ്റെ അടുത്ത് പോലും ഇത്ര താല്പര്യം അവൾക്കില്ല. പക്ഷെ ഡോറയോട് അവൾക്ക് ഭയങ്കര ഒരു കാര്യമാണ്. അപ്പോൾ അതിനെ കുളിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു മഴ ആയതുകൊണ്ട് കുളിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ. പക്ഷെ അവൾ സമ്മതിച്ചേ ഇല്ല. അങ്ങനെ ഡോറയെ മേത്ത് വെള്ളമൊക്കെ ആക്കിയിട്ട് കുളിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇതെവിടെ ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കും. അത് കണ്ടില്ല എല്ലാവരും. മഴയത്ത് സാധാരണ ഡോഗിനൊന്നും ആരും കുളിപ്പിക്കൊന്നുമില്ല. പക്ഷേ എന്തോ ഇന്ന് കുളിപ്പിക്കണം തോന്നി. അങ്ങനെ നമ്മൾ കുളിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ ഇതാ വൈകും ഇപ്പം അതിൻ്റെ ഡോറേൻ്റെ മേത്തെല്ലാം ഷാമ്പു എല്ലാം തേച്ച് കൊടുക്കുമെന്നേ. ഷാമ്പു എന്ന് വെച്ചാൽ പിന്നെ സാധാ ഷാമ്പു ഒന്നുമല്ല കേട്ടോ, ഡോറേൻ്റെ ഷാമ്പു തന്നെയാണ്. മുന്നേ ഡോറക്ക് പിന്നെ ബോഡിയിൽ ചെറിയൊരു ചെള്ളിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിനെ. അപ്പോൾ അതുണ്ടായ സമയത്ത് മെഡിക്കൽ ഷോപ്പിൽ പറഞ്ഞപ്പോൾ അവർ എഴുതി തന്ന ഷാമ്പു ആണ് ഇപ്പോൾ ഡോറയ്ക്ക് തേച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് തേച്ച് കുറച്ച് സമയം അതിനെ ഒന്ന് കളിക്കാനൊക്കെ വിട്ടിട്ടുണ്ടായിനെ. തേച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കുളിപ്പിച്ചത്. ശരിക്കും ഒരു മണിക്കൂറൊക്കെ അത് തേച്ച് പിടിപ്പിക്കണം എന്നാണ് പറയുന്നത്. 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ശരിക്കും തേച്ചിട്ട് നിൽക്കാമെന്നാണ് പറയുന്നത്. എങ്കിലും അത് ശരീരത്തിൽ ശരിക്കും പിടിക്കുള്ളും പോലും. പക്ഷെ നമുക്കിപ്പോൾ അത്രയും സമയമൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ നമ്മൾ വേഗം അതിനെ കുളിപ്പിച്ചിട്ട് ഒന്ന് കൂട്ടിലാക്കാമെന്നുള്ളൊരു ഇതിലാണ് ഉണ്ടായത്. കാരണം ഇനി നല്ല മഴയൊക്കെ പെയ്താൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ. ഡോറേനെ അതിലിടക്ക് ചിരിച്ചും കളിച്ചും വൈകി കുറേ കളിപ്പിക്കുന്നുണ്ടേ. ഇതേ സമയം റൂണീനെ നമ്മൾ കുളിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഒറ്റ ഓട്ടമായിരിക്കും. കാരണം മേത്ത് വെള്ളം തട്ടുന്നത് റൂണിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഡോറക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. ചില സമയത്ത് മഴയിലുള്ള സമയത്ത് ഈ തോട്ടിലൊക്കെ വെള്ളം ബാക്കിൽ നമ്മളെ തോട്ടിൽ വെള്ളം ഉണ്ടാകുമ്പോൾ വൈകി എന്താ ചെയ്യാന്ന് വെച്ചാൽ പിന്നെ ഡോറേനെയും കൂട്ടിയിട്ട് നേരെ തോട്ടിലേക്ക് പോകും. എന്നിട്ട് ആടുന്ന തോട്ടിൽ നിന്ന് കുറേ സമയം ഡോറേനെ കളിക്കാൻ വേണ്ടി വിടും. കളിയൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ ആ തോട്ടിൽ നിന്ന് തന്നെ തേച്ച് കുളിപ്പിച്ചിട്ടാണ് അവർ നേരെ ഇങ്ങോട്ടേക്ക് വരിക. വരുമ്പോൾ നല്ല സുന്ദരി കുട്ടിയായിട്ട് വരിക ഡോറ. അപ്പോൾ ഇതാ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഡോറേൻ്റെ മേലൊക്കെ വൈകിത തേച്ച് കൊടുക്കുന്നുണ്ടേ. അധികം മേത്ത് ഈർപ്പ് ഉണ്ടാകാൻ വേണ്ടി പാടില്ലല്ലോ. കുളിപ്പിക്കുമ്പം വളരെ നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. കാരണം ചെവിയിലെല്ലാം വെള്ളം ടൈപ്പോയിൻ്റെ പിന്നെ അത് ഭയങ്കര പ്രശ്നമാണ്. കാരണം ചെവിയിലായിട്ട് വെള്ളമായിട്ട് ഉള്ളിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ചെറിയ പഴുപ്പൊക്കെ വരും. പഴുപ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. ലാബിൻ്റെ കേസിൽ പഴുപ്പ് വന്നാൽ പിന്നെ പുഴുക്കളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുളിപ്പിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അത് അങ്ങനെ തന്നെയാണ് കേട്ടോ. വൈകി കുളിപ്പിക്കുന്ന സമയത്തും മുഖത്തൊക്കെ കൈയൊക്കെ വെച്ചിട്ടേ വെള്ളമൊക്കെ ഒഴിക്കുള്ളൂ. എന്നെക്കാട്ടി ശ്രദ്ധയാണ് വൈകൊക്കെ ഡോറേൻ്റെ കാര്യത്തിൽ കുളിപ്പിക്കുമ്പോഴെല്ലാം. അപ്പോൾ അങ്ങനെ തേച്ച് അതിനെ കുളിപ്പിക്കും തേക്കും ഒക്കെ ചെയ്ത് തോർത്തുകൊണ്ട് ഡോർക്ക് പ്രത്യേകം തോർത്തന്നെ ഉണ്ട് കേട്ടോ. ആ തോർത്തനെ കൊണ്ട് നല്ലോണം തോർത്തിയിട്ടൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ട് അവളിങ്ങനെ തോർത്തി കൊടുക്കുന്നുണ്ട്. ആ തോർത്തി അത് ചൊട്ടയിലും വെച്ചിട്ടുണ്ട്. അതിനെ ചൊട്ടയിലും പോയി ഇതിപ്പോൾ കൂട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഇപ്പം ഞാനാണ് കയറ്റുന്നതെങ്കിൽ എത്ര പറഞ്ഞാലും ഡോറ പോവുകയില്ലേ. വലിച്ചിട്ട് അവിടെ നിലത്തൊറ്റ കിടത്തായിരിക്കും. പക്ഷെ വൈക പറഞ്ഞാൽ പിന്നെ ഡോറ കപ്പിയിലില്ല. ഡോറ ഏതാ ഓടി കൂട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നല്ലൊരു വീഡിയോ അടുത്ത പ്രാവശ്യം കാണാവേ. ബൈ ബൈ.